ഓക്കെ, ഇപ്പോൾ താഴെ നിന്നാണ് കത്തിക്കുന്നത്. ഈ മെറ്റീരിയൽ കത്തി ഈസി ആയിട്ട് നമുക്ക് വാങ്ങാം, ഈസി ആയിട്ട് ഫിക്സ് ചെയ്യാം, നമുക്ക് തന്നെ ഫിക്സ് ചെയ്യാം. വലിയൊരു മതിലൊക്കെ കെട്ടിപ്പടുത്ത് അത്രയും ഏരിയകളൊന്നും കവർ ചെയ്യാതെ ഏറ്റവും സിമ്പിളായിട്ട് വീട് മനോഹരം. ഇപ്പം നമ്മൾ നല്ല മഴയത്താണ് ഇതെല്ലാം ഫിക്സ് ചെയ്തിരിക്കുന്നത്. നല്ല വൈബുള്ള ടൈം ഞങ്ങൾ ഫിക്സ് ചെയ്ത സാധനമാണ്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മളെ വ്യൂവേഴ്സ് ചോദിച്ചുകൊണ്ടിരിക്കുക അതിന് എത്ര രൂപയുണ്ട്. ഇത് വൺ സൈഡ് അല്ല, ഇതേ രൂപത്തിൽ അപ്പുറത്തും ഉണ്ട്. ഒരേപോലെ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഇതിന്റെ GI വയർ കാണാം. അത് മാത്രമല്ല എപ്പോൾ വേണമെങ്കിലും ഫിക്സ് ചെയ്യാം, എപ്പോൾ വേണമെങ്കിൽ റിമൂവ് ചെയ്യാം. 12 to 15 years ആണ് ഈ പ്രൊഡക്ഷൻ കമ്പനി നമുക്ക് വാറണ്ടി പറയുന്നത്. എന്തായാലും എന്നാൽ ഒരു മതിലിന്റെ കോസ്റ്റ് വരാനും പാടില്ല. അങ്ങനെയുള്ള രീതിയിൽ നമുക്കിത് സുഖമായിട്ട് ഉപയോഗിക്കാം. പല രീതിയിൽ കൊടുക്കാം. ആ ഒരു ഫെൻസിന്റെ മേലെ ആയിട്ടും കൊടുക്കാം അല്ലെ. ഇതുപോലെ ഗ്രീനിന്റെ ഒപ്പം തന്നെ വൈറ്റ് മിക്സ് വരുന്നുണ്ട്, വൈറ്റ് ബ്ലാക്കിന്റെ ഒപ്പം തന്നെ വൈറ്റ് മിക്സ് വരുന്നുണ്ട്, പിന്നെ വൈറ്റ് സെപ്പറേറ്റ് വരുന്നുണ്ട്. ഇപ്പൊ ഇതാണ് ട്രെൻഡിങ് അല്ലെ. ഒരുപാട് ആളുകൾ ഈസി ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഒരു സൗകര്യത്തിന് ഇത് കൊണ്ടുപോകുന്നുണ്ട്. ഹായ് ഫ്രണ്ട്സ്, വീട് എത്ര ഭംഗിയായാലും പലപ്പോഴും കണ്ടുവരുന്നത് വീടിൻ്റെ കോമ്പൗണ്ട് വാള് അത്ര ഭംഗിയിലല്ലാതെ അല്ലെങ്കിൽ മാച്ച് ചെയ്യാത്ത രീതിയിൽ നമ്മുടെ ലാൻഡ്സ്കേപ്പിന് ഒരിക്കലും ചേരാത്ത രീതിയിൽ. എന്നാൽ ഇന്ന് ഏറ്റവും മനോഹരമായിട്ടുള്ള ലാൻഡ്സ്കേപ്പിന് അനുയോജ്യമായിട്ടുള്ള കോമ്പൗണ്ട് വാളുകൾ പ്രീസെറ്റ് ആയിട്ട് ഗ്രാസ് രൂപത്തിൽ, ഗ്രാസ് വാളായിട്ട് തന്നെ വന്നിരിക്കുകയാണ്. ഏറ്റവും വേഗത്തിൽ ഫിക്സ് ചെയ്യാവുന്നതും വളരെ കാലം ഈട് നിൽക്കുന്നതുമായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഗ്രാസ് വാളുകളാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. നമ്മളിത് പരിചയപ്പെടുത്താൻ വന്നിരിക്കുന്നതോ അടിപൊളിയായിട്ടുള്ള ലൊക്കേഷൻ വയനാട്ടിലെ ഒരു റിസോർട്ടിൽ തന്നെയാണ് ഈ ഒരു ഗ്രാസ് വാൾ ഇപ്പോൾ ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇനി അങ്ങോട്ട് പല വീടുകളും റിസോർട്ടുകളും നമ്മൾ കാണാൻ പോകുന്ന ഈ ഗ്രാസ് വാളിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. ഡെക്കോ ഡിസൈനിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. ഞാൻ നിങ്ങളുടെ കൂടെ സലീം ആലുക്കൽ, ജസ്റ്റ് ഫെൻസിന്റെ ഷിബ് സാറാണ് കൂടുതൽ. ഹായ് സാർ. ഓക്കെ സാർ, നമസ്കാരം. ഈ ഒരു ഫെൻസ് ഇപ്പൊ ഇതാണ് ട്രെൻഡിങ് അല്ലേ. ഒരുപാട് ആളുകൾ ഈസി ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഒരു സൗകര്യത്തിന് ഇത് കൊണ്ടുപോകുന്നുണ്ട്. ആക്ച്വലി ഇതിന്റെ മെറ്റീരിയൽ കളർ പോകുമെന്നാണ് ആദ്യം തന്നെ എനിക്ക് ചോദിക്കാനുള്ളത്. കാരണം ഒരുപാട് ആൾക്കാർ അതിൽ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. അതായത് ഇപ്പൊ നമ്മൾ നല്ല മഴയത്താണ് ഇതെല്ലാം ഫിക്സ് ചെയ്തിരിക്കുന്നത്. നല്ല വൈബുള്ള ഒരു ടൈം ഞങ്ങൾ ഫിക്സ് ചെയ്ത സാധനമാണ്. ഓക്കെ, ഇതിനകത്ത് വെള്ളം ഡ്രോപ്പ് ചെയ്യുന്നു, ഡ്രിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. ഒരു പേടിയും പേടിക്കണ്ട, കളർ ഫെയ്ഡ്. എന്താണ് ഇതിനകത്തുള്ള മെറ്റീരിയൽ? ഈ കാണുന്ന മെറ്റീരിയൽ എന്താണ്? ഈ കാണുന്ന മെറ്റീരിയൽ UV പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള നമ്മുടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ്. ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ്. ഉള്ളില് 1.5 ഇഞ്ചിന്റെ ചെയിൻ ലിങ്ക് മെഷാണ്. 1.5 ഇഞ്ച് ഗ്യാപ്പുള്ള ചെയിൻ ലിങ്ക് GI മെഷാണ്. അതിന്റെ മുകളിലാണ് ഇത് കോട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഒരു ആ വയറിൽ തന്നെ സീവ് ചെയ്തിട്ട് അതിനുശേഷം ചെയിൻ ലിങ്ക് ഉണ്ടാക്കിയിരിക്കുകയാണ്. ഓക്കെ. ഇതിലേ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇത് വൺ സൈഡ് അല്ല, ഇതേ രൂപത്തിൽ അപ്പുറത്തും ഉണ്ട്. ഒരേപോലെയാണ്. വൺ സൈഡ് അല്ല, ഡബിൾ സൈഡ് ആണ്. പിന്നെ അത് രണ്ടുമാണ് മെയിനായിട്ട് ആൾക്കാർക്ക് ഉണ്ടായിരുന്ന ഒരു കൺഫ്യൂഷൻ. എത്ര കാലത്ത് നിൽക്കാൻ കാരണം ഇത് UV പ്രൊട്ടക്റ്റഡ് ആണ്. പക്ഷേ ഇത് നിങ്ങൾക്ക് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആയിട്ട് നിലത്ത് വിരിക്കാൻ പറ്റില്ല. കാരണം ഇതിനകത്ത് നമ്മൾ വരുന്നത് കമ്പി വരുന്നത് ഏതായിരിക്കും? അതായത് 2 mm GI വയറാണ് വരുന്നത് കേട്ടോ. അത് നിലത്ത് നിങ്ങൾക്ക് 1.5 ഇഞ്ച് ഗ്യാപ്പിലാണ്. അപ്പം ഒരു 90% നമുക്കിത് വിഷ്വൽ ക്ലോസിലാണെങ്കിലും 10% നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ മാത്രമേ നമുക്ക് അപ്പുറം കാണുള്ളൂ. പക്ഷേ ഒരു 2 അടി 3 അടി നമ്മൾ ദൂരത്തിൽ നിന്നാൽ നമുക്ക് മറുവശം കാണാൻ പറ്റില്ല. ഓക്കെ, ഒരു ഫെൻസ് തന്നെയാണിത്. ഫെൻസിങ് ആണ്. ഓക്കെ, സാധാരണ രീതിയിൽ വീടുകളിൽ നമ്മൾ ഒരു ഫെൻസ് ഉണ്ടാവും, വീടിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു വ്യൂക്ക് വേണ്ടിയിട്ട്. പക്ഷേ ഇത് പല രീതിയിൽ കൊടുക്കാം. ആ ഒരു ഫെൻസിന്റെ മേലെ ആയിട്ടും കൊടുക്കാം അല്ലേ, ഇതുപോലെ. അതെ, തീർച്ചയായിട്ടും. ഇതിപ്പോൾ മതിലിന്റെ മുകളിൽ വേണമെങ്കിൽ നമുക്ക് ഇതേപോലെ ഫിക്സ് ചെയ്യാം, സിമ്പിളായിട്ട് ഫിക്സ് ചെയ്യാം. അപ്പോൾ ഇതിന്റെ ഓരോ ജോയിന്റ് ഇപ്പോൾ മീറ്ററിൽ പീസുകളായിട്ടാണോ വരുന്നത് അതോ റോൾ ആയിട്ടാണോ, എങ്ങനെയാണ്? ഇത് റോളായിട്ട് വരുന്നത്. പക്ഷേ 3 മീറ്ററിന്റെയും 10 മീറ്ററിന്റെയും റോളാണ് വരുന്നത്. പിന്നെ ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 2 അടി, പിന്നെ 1 മീറ്റർ, 4 അടി, അതുപോലെ സൈസിൽ 4 അടി, പിന്നെ മാക്സിമം എത്രയാണ്? 6 അടി വരെ വരുന്നത്. 6 അടി. ഇതിൽ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ വീടിന്റെ വലിപ്പത്തിന് അല്ലെങ്കിൽ ഡിസൈൻ അനുസരിച്ച് നമ്മളെ കോമ്പൗണ്ട് വാളിനനുസരിച്ചില്ലേ ഇത് കൊടുക്കാം. കോമ്പൗണ്ട് ഫെൻസിന്റെ മേലെ ആണെങ്കിൽ 2 അടി 3 അടി അങ്ങനെയൊക്കെ കൊടുക്കാം. ഫുൾ സൈസിലാണെങ്കിൽ ഇതുപോലെ കൊടുക്കാം അല്ലേ. ഇതുപോലെ കൊടുക്കാം. അത് കുറച്ചും കൂടെ നല്ലൊരു ആംബിയൻസ് കിട്ടുന്ന ഒരു ഐഡിയ അല്ലേ. തീർച്ചയായിട്ടും. ഇതിന്റെ ആ കളറും അതിന്റെ ഫിനിഷിംഗ് ആണ് ഏറ്റവും വലിയ നമുക്ക് ആംബിയൻസ് കിട്ടുന്നത്. പ്രത്യേകിച്ച് ഈ റിസോർട്ട് പോലെയുള്ള സ്ഥലങ്ങളിൽ റിസോർട്ടുകൾ തമ്മിൽ തിരിക്കുക, റിസോർട്ടുകളുടെ ആ ഭംഗി കൂട്ടുക, അതിനൊക്കെ പറ്റിയൊരു ഐറ്റമാണ് ഇത് അല്ലേ. ഇതൊന്ന് അടുത്ത് നമ്മളെ വ്യൂവേഴ്സിനൊന്ന് കാണിച്ചു കൊടുക്കുക. ഇതിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഇതിൻ്റെ GI വയർ കാണാം. പക്ഷേ ഒറ്റ നോട്ടത്തിൽ നമുക്കത് കണ്ണിൽ പിടിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് ഇത്ര തിക്നെസ്സേ വരുന്നുള്ളൂ. അത് ഹെവി അല്ല,
അല്ല ഹെവി അല്ല. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇതിപ്പോൾ ഞാനാണ് ഇത് ഡയറക്റ്റ് നിങ്ങളുടെ ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നെങ്കിൽ എനിക്ക് തന്നെ ഫിക്സ് ചെയ്യാലോ? ഇത് തീർച്ചയായിട്ടും നിങ്ങൾ തന്നെ ഫിക്സ് ചെയ്യണം. ഞങ്ങൾ മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. സപ്ലൈ മാത്രമേ ഉള്ളൂ, ഫിക്സിംഗ് ഇല്ല. കാരണം ഫിക്സ് ചെയ്ത് ആർക്കും ഫിക്സ് ചെയ്യാം. GI പൈപ്പുകൾ വിട്ടേ, GI വേണമെന്നില്ല, നമ്മുടെ മറ്റേ പ്രോഡക്റ്റുകൾ. ആ ഒരു ഷൈൻ സ്റ്റാറിന്റെ ഒരു ഫൈബർ ഗ്ലാസിന്റെ മെറ്റീരിയൽ ഞങ്ങൾ ഡീൽ ചെയ്യുന്നുണ്ട്. ആ പൈപ്പുകളിലാണെങ്കിൽ അത് കുറച്ചും കൂടെ ഡ്യൂറബിലിറ്റി കൂടുതലാണ്. ഡ്യൂറബിലിറ്റി അതിന് തുരുമ്പ് പിടിക്കില്ല. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. അത് ഞങ്ങളുടെ ഡയറക്ഷനിൽ തന്നെയാണ് ഇത് ഫിക്സ് ചെയ്തത്. അതെല്ലാം ഫൈബർ ഗ്ലാസിന്റെ മെറ്റീരിയലാണ് ഞങ്ങൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പം നമ്മളിത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു റിസോർട്ടിലാട്ടോ, മൗണ്ടൻ പോണ്ട് അല്ലേ? റിസോർട്ടിൽ ഒരുപാട് രീതിയിൽ ഇത് യൂസ് ചെയ്ത്. ഇവിടെ ബ്ലാക്ക് കളറിലാണല്ലോ ഞാൻ കാണുന്നത്. ബ്ലാക്ക് കളർ, അതൊരു കളർ വേരിയന്റ് നിറയുണ്ട്. വൈറ്റ് ഉണ്ട്, അതുപോലെ ബ്ലാക്ക് ഉണ്ട്, ഗ്രേ ഉണ്ട്, പിന്നെ ഇതെല്ലാം ഈ ഗ്രീനും വൈറ്റും കൂടെ മിക്സിംഗ് ഉണ്ട്. ഒരുപാട് കളർ വേരിയേഷൻ ഉണ്ട്. പക്ഷേ ചില സ്ഥലത്ത് ഇത് ഒരു ദൂരം നിന്ന് എനിക്ക് അത്ര അട്രാക്ഷൻ തോന്നിയില്ല. പക്ഷെ ഇത് അടുത്തുനിന്ന് നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ. അതിന് ഓരോ വാളിനനുസരിച്ച് ഡിഫറെന്റ് ലുക്കാണ്. ഗ്രീനിനെ ഒരു പാർട്ടീഷൻ ചെയ്യുന്ന പോലെ വരും ഇതിൻ്റെ ഒരു ഡിസൈൻ. അപ്പോൾ നമ്മളെ വ്യൂവേഴ്സിന് സംശയം ഉണ്ടാകും, ഇത് നമ്മൾ എന്തുകൊണ്ട് യൂസ് ചെയ്യണം? ഇതിൻ്റെ 2 അഡ്വാൻറ്റേജ് പറഞ്ഞു. ഈസി ആയിട്ട് നമുക്ക് വാങ്ങാം, ഈസി ആയിട്ട് ഫിക്സ് ചെയ്യാം, നമുക്ക് തന്നെ ഫിക്സ് ചെയ്യാം. വലിയൊരു മതിലൊക്കെ കെട്ടിപ്പടുത്ത് അത്രയും ഏരിയകളൊന്നും കവർ ചെയ്യാതെ ഏറ്റവും സിമ്പിളായിട്ട് വീട് മനോഹരമാക്കും. അത് തന്നെയാണോ അഡ്വാൻറ്റേജ്? അതായത് തീർച്ചയായിട്ടും അറിയോ, ഒരു മിനിമം പ്രൈവസി നമുക്ക് വേണം താനും, എന്നാൽ ഒരു മതിലിൻ്റെ കോസ്റ്റ് വരാനും പാടില്ല. അങ്ങനെയുള്ള രീതിയിൽ നമുക്കിത് സുഖമായിട്ട് ഉപയോഗിക്കാം. കാരണം ഒരു മതിൽ നമ്മളൊരു 3 അടി കെട്ടി അല്ലെങ്കിൽ 4 അടി കെട്ടി അതിന് മുകളിലേക്ക് നമുക്കൊരു 5 അടി വേണം, അല്ലെങ്കിൽ 6 അടി വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ്. അതായത് അത് മാത്രമല്ല, എപ്പോൾ വേണമെങ്കിലും ഫിക്സ് ചെയ്യാം, എപ്പോൾ വേണമെങ്കിൽ റിമൂവ് ചെയ്യാം. ഈസിയാണ് ഫിക്സ് ചെയ്യാൻ. ഈസിയാണ് കാരണം ഇതേപോലെ പോൾ ഫിക്സ് ചെയ്തിട്ട് നമുക്ക് ഒന്നെങ്കിൽ കെട്ടി വെക്കുകയോ അല്ലെങ്കിൽ ജസ്റ്റ് GI വയറും കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്ലാസ്റ്റിക് ആയില്ലെങ്കിൽ തുരുമ്പ് പിടിക്കാത്ത സാധനങ്ങൾ കൊണ്ട് നമുക്ക് കെട്ടിവെക്കാവുന്ന നല്ല ടെമ്പറിൽ കെട്ടി അത് സ്റ്റഡി ആയിട്ട് നിൽക്കും കേട്ടോ. ഇനിയിപ്പോൾ നമ്മളെ വ്യൂവേഴ്സ് ചോദിച്ചുകൊണ്ടിരിക്കുക, അതിന് എത്ര രൂപയുണ്ട്. സ്വാഭാവികമായിട്ട് അവർക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യമാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചോദിക്കുകയാണ്. ഇത് നമ്മൾ വീട്ടിൽ ഫിക്സ് ചെയ്യുകയാണെങ്കിൽ അത് കമ്പാരിറ്റീവ്ലി എങ്ങനെയാണ് പ്രൈസ് വരിക? സാർ, ഇത് നമ്മൾ ഓരോരുത്തരുടെയും മതിലിൻ്റെ കോസ്റ്റിംഗ് വെവ്വേറെ ആയിരിക്കും. അതെ, തീർച്ചയായിട്ടും. കാരണം ഒരു മതിൽ കല്ലും കൊണ്ട് കെട്ടാം, ഇഷ്ടിക കൊണ്ട് കെട്ടാം, അതുകൊണ്ട് കെട്ടി അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പ്ലാസ്റ്ററിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നമ്മളൊരു മതിൽ കിട്ടുന്നതിനേക്കാളും കമ്പാരിറ്റീവ്ലി നമുക്ക് കുറവായിരിക്കും. പിന്നെ അത് മാത്രമല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. ലോങ് ലാസ്റ്റിംഗ് ഒരു 15 ഇയേഴ്സ് 12 to 15 ഇയേഴ്സ് ആണ് ഈ പ്രൊഡക്ഷൻ കമ്പനി നമുക്ക് വാറണ്ടി പറയുന്നത്. വാറണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ റിട്ടേൺ ആയിട്ട് എഴുതി തരുന്നില്ലെങ്കിൽ തന്നെ ഈ UV പ്രൊട്ടക്റ്റഡ് ആയതുകൊണ്ടും ഉള്ളിൽ GI വയർ ആയതുകൊണ്ടും അവർ പറയുന്നുണ്ട്. അതിന് പ്രശ്നങ്ങളൊന്നും സംഭവിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. ആ ഒരു ഉത്തരവാദിത്തോടെ അല്ലെങ്കിൽ ആ ഒരു ധൈര്യത്തിന്റെ പുറത്താണ് ഇത് കൊണ്ട് ഇറങ്ങിയിട്ടുള്ളത് അല്ലേ? ഇനിയിപ്പോ ഇത് എവിടെയൊക്കെ കൊടുക്കാൻ പറ്റും? നമ്മളിപ്പോൾ റിസോർട്ടിലാന്ന് പറഞ്ഞു, ഇത് വീടുകളിൽ ഔട്ടർ ഫെൻസിന് ഇത് സ്ട്രെങ്തഡ് ആണോ ഇതിന്റെ മെറ്റീരിയൽ? അല്ലേ, തീർച്ചയായിട്ടും. ഇത് GI വയർ ആയതുകൊണ്ട് നമ്മൾ എത്ര വേണമെങ്കിലും ടൈറ്റ് ചെയ്യാം, കുഴപ്പമില്ല. ഒരു കുഴപ്പവും സംഭവിക്കില്ല. എത്രമാത്രം ടൈറ്റിൽ നമ്മൾ ഫിക്സ് ചെയ്യാൻ പറ്റുന്നോ അതായിരിക്കും നമ്മുടെ ഇതിന്റെ ഡ്യൂറബിലിറ്റി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഫസ്റ്റ് നമ്മൾ റിസോർട്ടിൽ തന്നെ നിൽക്കുന്നതുകൊണ്ട് റിസോർട്ടുകളിൽ നല്ലൊരു വൈബ് കിട്ടുന്ന ഒരു മെറ്റീരിയലാണിത്. പിന്നെ നമ്മുടെ മതിലിന്റെ മുകളിൽ നമുക്ക് ഈസി, കാരണം നായ്ക്കൾ ചാടാണ്ടിരിക്കാൻ വേണ്ടി പലരും പട്ടിക പോലെയുള്ള അല്ലെങ്കിൽ ഡിസൈൻ പോലെയുള്ള ഇത് വെക്കുന്നുണ്ട്. അതിന് പകരം ഇത് 2 അടിയുടെ അല്ലെങ്കിൽ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് ഉപയോഗിക്കാം. പിന്നെ ഇതൊരു ജനറേറ്റർ റൂം നമുക്ക് തിരിക്കണമെങ്കിൽ ജനറേറ്റർ റൂം തിരിക്കാം, ഒരു കാർ പോർച്ച് വേണമെങ്കിൽ കാർ പോർച്ച് തിരിക്കാം. അങ്ങനെ ഓപ്ഷൻസ് ഇഷ്ടം പോലെയാണ് ഇതിന്. ഓക്കെ. അത് മാത്രമല്ല, ഈ ലാൻഡ്സ്കേപ്പ് ഏരിയകളിൽ ഒരു പർട്ടിക്കുലർ ഏരിയയിലേക്ക് ഇപ്പോൾ കുട്ടികൾ അങ്ങോട്ട് പോകണ്ടെങ്കിൽ അവിടെ ഒരു കോമ്പൗണ്ട് ചെയ്യാം, സ്വിമ്മിംഗ് പൂൾ ഉണ്ടെങ്കിൽ അതിനൊരു കോമ്പൗണ്ട് ചെയ്യാം. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. നല്ലൊരു ഐഡിയ തന്നെയാണ് ആ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ. ഇപ്പോൾ ഇതിൻ്റെ ഒരു ഡ്യൂറബിലിറ്റി നമ്മൾ പറഞ്ഞു, കോസ്റ്റ് വൈസ് പറഞ്ഞു. ഇനിയിപ്പോൾ ഇത് വാങ്ങണമെങ്കിൽ എവിടെ കോൺടാക്ട് ചെയ്യണം? ആരൊക്കെ ഇത് കേരളത്തിൽ സപ്ലൈ ചെയ്യുന്നത്? കേരളത്തിൽ മാത്രമല്ല, ഞങ്ങൾ ഓൾ ഇന്ത്യയിൽ സപ്ലൈ ചെയ്യുന്നുണ്ട്. കേരളത്തിൽ 2 ബ്രാഞ്ചുകളാണ് ഞങ്ങൾക്കുള്ളത്. ഒന്ന് കോഴിക്കോട് AG റോഡിൽ അരവിന്ദ് ഘോഷ് റോഡിലുള്ള എവർഷൈൻ ഡൈനാമിക് കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന കമ്പനിയിലും, അതേപോലെ തന്നെ കളമശ്ശേരിയിൽ, കൊച്ചിയിൽ കളമശ്ശേരിയിൽ, എറണാകുളത്തുള്ള എവർഷൈനിലും ഇത് അവൈലബിൾ ആണ്. രണ്ടിന്റെ നമ്പറും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, ലൊക്കേഷൻ മാപ്പും കൊടുക്കുന്നുണ്ട്. അത് മാത്രമല്ല, എവിടെയൊക്കെ കിട്ടുന്ന വേറെ? അത് മാത്രമല്ല, ഇത് ഞങ്ങൾ ഡീലർഷിപ്പ് ആയിട്ടും കൊടുക്കുന്നുണ്ട്. ഡീലർഷിപ്പ് നമ്മൾ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പുതിയ വരുന്ന ഒരു മെറ്റീരിയലാണ്. അപ്പോൾ ഡീലർഷിപ്പ് ആവശ്യമുള്ള ആൾക്കാർക്ക് അവർക്കും നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. സെയിം നമ്പർ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. അത് ഓൺലൈൻ നമ്പറായിരിക്കും. ഓൺലൈൻ നമ്പറാണ്.
അപ്പോൾ ഇതിൻ്റെ കളർ വേരിയേഷൻസ് ഞാൻ 2 എണ്ണമാണ് ഇപ്പോൾ ഈ ഒരു സൈറ്റിൽ കണ്ടിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വ്യൂവേഴ്സിൻ്റെ വീടിൻ്റെ ഡിസൈൻ ഡിഫറെൻ്റ് ആയിരിക്കും, അവരുടെ ഐഡിയാസും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അവർക്ക് ഈ ബ്ലാക്കോ ഈ ഗ്രീനോ അല്ലാതെ വേറെ ഏതെങ്കിലും കളേഴ്സിൽ നിങ്ങൾ ചെയ്യുന്നുണ്ടോ? ഈ ഗ്രീനിൻ്റെ ഒപ്പം തന്നെ വൈറ്റ് മിക്സിൽ വരുന്നുണ്ട്, വൈറ്റ് ബ്ലാക്കിൻ്റെ ഒപ്പം തന്നെ വൈറ്റ് മിക്സിൽ വരുന്നുണ്ട്, പിന്നെ വൈറ്റ് സെപ്പറേറ്റ് വരുന്നുണ്ട്. അത് അവൈലബിൾ ആണ്. പക്ഷേ സാധാരണഗതിയിൽ എല്ലാവരും ആവശ്യപ്പെടുന്നത് ഗ്രീൻ ആയതുകൊണ്ട് കൂടുതൽ സ്റ്റോക്ക് ചെയ്തിരിക്കുന്നത് ഗ്രീനാണ്. അപ്പോൾ പെട്ടെന്ന് ആവശ്യം ഉണ്ടെങ്കിൽ ഈ ഗ്രീൻ തന്നെയാണ് നിങ്ങൾക്ക് നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ആ രീതിയിലാണല്ലോ നമ്മളൊരു ലാൻഡ്സ്കേപ്പ് ഉണ്ടാവുക. ലാൻഡ്സ്കേപ്പ് എപ്പോഴും ലാൻഡ്സ്കേപ്പുകാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഇത്. എനിക്ക് ഇതിൻ്റെ എൻക്വയറീസ് ഏറ്റവും കൂടുതൽ വരുന്നത് ലാൻഡ്സ്കേപ്പ് റിസോർട്ട്സ് ഇത് രണ്ടുപേരിലാണ് ചെയ്യാൻ പറ്റും. കാരണം കൂടുതൽ ആൾക്കാർ പർച്ചേസ് ചെയ്തതും അവർ തന്നെയാണ്, അതിൽ തന്നെയാണ്. അപ്പോൾ വീടുകളിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ, ഈസി ഇൻസ്റ്റാളേഷൻ, ഈസി റീ അറേഞ്ച്മെൻറ്റ്സ് അല്ലേ. ഇതിൻ്റെ ബാക്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പൈപ്പ് ഫിറ്റ് ചെയ്ത് അത് പൈപ്പ് ടു പൈപ്പ് ഫിറ്റിംഗ് ആണ് അല്ലേ. അപ്പോൾ അത് ടെമ്പറായിട്ട് നമുക്ക് കെട്ടി വെച്ചാൽ സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഐഡിയ. ഇതുപോലുള്ള പ്രൊഡക്റ്റുകൾ മാർക്കറ്റിൽ ഇറങ്ങുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മറ്റൊരു ചോദ്യം പലപ്പോഴും തീപിടുത്തം ഉണ്ടാകാറുണ്ട്, വീടുകളിലാണെങ്കിലും ബിസിനസ് ഏരിയകളിലാണെങ്കിലും. ഇത് കത്തിപ്പിടിച്ച് അപകടങ്ങൾ ഉണ്ടാവില്ലേ? ഇത് ഒരു ഫയർ റെസിസ്റ്റന്റ് മെറ്റീരിയലാണ്, ഫസ്റ്റ് റെസിസ്റ്റന്റ് ആണെന്ന് പറഞ്ഞാൽ. അതായത് നമുക്കത് വേണമെങ്കിൽ നമുക്ക് കത്തിച്ച് നോക്കാം. ഇത് കത്തിക്കേണ്ട, നമുക്ക് വേറൊരു പീസ് കത്തിക്കാം. അത് നല്ല പീസ് ഉണ്ട്, അതിന് സാമ്പിൾ പീസ് ഉണ്ട്, അത് നമുക്ക് കത്തിച്ച് നോക്കാം. ഈ 2 പ്രോഡക്റ്റ് സാമ്പിൾ പീസാണ്. ഇത് വേറെ കൊണ്ടുവന്നൊന്നല്ല കേട്ടോ, എക്സാക്ട്ലി സെയിം സാധനം തന്നെയാണ്. അത് കാണിക്കണമല്ലോ, ഒന്ന് കത്തിച്ചേ. ഓക്കെ, നമ്മൾ കത്തിച്ച് നോക്കുകയാണ്, കത്തിപ്പിടിക്കുമെന്ന് അറിയണമല്ലോ. പലരും ചോദിക്കുന്നുണ്ട് ഇത് കത്തിപ്പോകും എന്നൊക്കെ പറയുന്നുണ്ട് ആളുകൾ കമൻറ്റിൽ ടൈപ്പ് ചെയ്യും. നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇപ്പോൾ താഴെ നിന്നാണ് കത്തിക്കുന്നത്. അപ്പോൾ ഈ മെറ്റീരിയൽ കത്തി ഇത് നമ്മൾ മാറ്റിയാൽ കഴിഞ്ഞു, കെട്ടുപോയി, അത്രേ ഒരു പ്രശ്നം അല്ലേ. അപ്പോൾ കത്തിപ്പടരില്ല. നമ്മൾ ആരെങ്കിലും പുറത്തുനിന്ന് എന്തെങ്കിലും സപ്പോർട്ടിൽ കത്തിച്ചാൽ മാത്രമേ കത്തുള്ളൂ. ഇത് കത്തിപ്പടരില്ല. നാച്ചുറൽ ആണെങ്കിൽ ചിലപ്പോൾ ഉണങ്ങിയാൽ എല്ലാ പുല്ലുകളും സാധാരണ ഗതിയിൽ പടരുന്നുള്ളൂ. അത് നമ്മൾ സാക്ഷി കത്തില്ല എന്നുള്ളത് നമ്മൾ സാക്ഷ്യപ്പെടുത്തണം. അത് നമ്മൾ തെളിയിച്ചിരിക്കുക. ഇതുപോലുള്ള പ്രൊഡക്റ്റുകൾ മാർക്കറ്റിൽ ഇറങ്ങുമ്പോൾ നമ്മൾ അത് പരിചയപ്പെടുത്തുന്നു, അതിന്റെ ഗുണങ്ങൾ പറയുന്നു. സ്വാഭാവികമായിട്ടും ഏതൊരു പ്രൊഡക്റ്റിനും അതിന്റെ ഗുണവും ദോഷവും ഉണ്ട്. ഇതിന് അങ്ങനെ എന്തെങ്കിലും ദോഷം? സാർ, അങ്ങനെ പ്രത്യേകിച്ച് ദോഷമൊന്നുമില്ല. പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെതായ ദോഷങ്ങളുണ്ട്, അത് നമുക്ക് എല്ലാ പ്ലാസ്റ്റിക്കിനും ഉള്ള പോലെ. പിന്നെ ഇത് ജിഎ വെയറിൽ ആണ് ഇതിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് തന്നെ. ഇതിൻ്റെ എഡ്ജ്, അതായത് ജിഎ വെയറിൻ്റെ കട്ടിങ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എഡ്ജിൽ മാത്രം ചെറിയൊരു റെസ്റ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്, അതിൻ്റെ കളർ ഫെയ്ഡ് ആകാനുള്ള ചാൻസ് ഉണ്ട്. അതൊരു ഡിഫക്റ്റ് ആയിട്ട് കാണുന്നുണ്ട്. വേറെ പ്രത്യേകിച്ച് ഡിഫക്റ്റുകളൊന്നും കാണുന്നില്ല ഇതിൽ. ഇല്ല, കട്ടിങ് എന്നുള്ള എഡ്ജിൽ മാത്രം വരാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു പ്രശ്നമുള്ളൂ. മറ്റൊരു രീതിയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇത് വീട്ടിൽ മനോഹരമാക്കാം, നമുക്ക് വർഷങ്ങളോളം നിർത്താൻ പറ്റും. റിമൂവബിൾ ആണ്, നമുക്ക് വേണമെങ്കിൽ വേറെ സ്ഥലത്തേക്ക് വേണമെങ്കിൽ മാറ്റി സ്ഥാപിക്കാം, കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് ആ ഒരു സംഭവം വേസ്റ്റായി മാറുന്നില്ല, റീയൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ആവശ്യമുള്ള ആളുകൾ ഞാൻ നമ്പർ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്യാം. കോഴിക്കോടും എറണാകുളത്താണ് ഇപ്പോൾ ഡയറക്റ്റ് വന്ന് കാണാൻ പറ്റുന്ന സൗകര്യമുള്ള. കേരളത്തിലുള്ളവർക്ക് മറ്റുള്ളവർക്ക് നമ്മുടെ ഓൾ ഇന്ത്യ ലെവലിൽ നമുക്ക് ബ്രാഞ്ചുകളുണ്ട്. 15 ബ്രാഞ്ചുണ്ട് ഓൾ ഇന്ത്യ ലെവലിൽ. 15 ബ്രാഞ്ചിലും ഈ മെറ്റീരിയൽ അവൈലബിൾ ആണ്. ഓക്കെ, ഞാൻ നമ്പർ കൊടുക്കുമ്പോൾ വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. നമ്മൾ വിളിക്കുന്ന സമയം പ്രവാസികളാകുമ്പോൾ ചിലപ്പോൾ അവരുടെ രാത്രി ആയിരിക്കും, നമ്മുടെ മിഡ് നൈറ്റ് ആയിരിക്കും. 12 മണിക്കൊക്കെ കോൾ അറ്റൻഡ് ചെയ്ത് റിപ്ലൈ കിട്ടില്ല. നിങ്ങൾ കിട്ടില്ല പറഞ്ഞാൽ ബുദ്ധിമുട്ട് കൊണ്ടാണ് എടുക്കാൻ പറ്റാത്തത് അല്ലേ. നമ്മൾ പല വീഡിയോക്കുള്ള പ്രോബ്ലം. 9 to 6 നമ്മളെ കോൾ ചെയ്യുകയാണെങ്കിൽ 9 to 6 നമ്മൾ കോൾ ചെയ്യുകയാണെങ്കിൽ നമ്മളെപ്പോഴും അവൈലബിൾ ആയിരിക്കും. എപ്പോഴും അവൈലബിൾ ആയിരിക്കും. വാട്സാപ്പിൽ റിപ്ലൈ കൊടുക്കാറുണ്ടോ? വാട്സാപ്പിൽ അപ്പോഴേ ഡീറ്റെയിൽസ് കൊടുക്കാം. സെയിം നമ്പർ തന്നെ? അല്ലല്ല, അപ്പോഴേ അവർക്ക് വാട്സാപ്പിൽ ഡീറ്റെയിൽസ് ആവശ്യമുള്ളവർക്ക് ഞങ്ങളുടെ വേറെ നമ്പർ കൊടുത്ത്, ബ്രാഞ്ചിൻ്റെ നമ്പർ കൊടുത്ത് അതിൽ കൂടെ അവർക്ക് കോൺടാക്ട് ചെയ്യാനുള്ള ഫെസിലിറ്റി കൊടുക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു.